നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുഖിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാതാവു വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ ഏകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജപരായി മൃതിരഹിത കാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ ഇവയുള്ള ബാഹിമാവിയലും ദൈവജനത്രി കന്യകയാം മറിയാമീന്നും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാ മസീഹ ബീജമൃതിയ വിവർത്തൻ മൃതിയെ മേദിച്ചു നിഹനിച്ചോനെ അപരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനെഴും റുക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളുവോ കൊക്കയിഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലിഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോ. സ്ലിഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചുപോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടിയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്ര അയച്ചു. ഹബീബായി ബാറക്കുമോ. ധന്യം ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവരെങ്കിലുമാതൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം തോ അവസാനിപ്പിപ്പോ പരിശുദ്ധനായ പൗലോസ്
പൗലോസ് ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്നു ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീൻ. ആഹായി ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേരിടുവീൻ. കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ദഹാമുൻപിൽ. ബാറക്കുമോർ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിനെ ജനിച്ചും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന്. വന്നവരും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. നമ്മുടെ രക്ഷകനായ തന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ പറയുന്നു. യേശു തമ്പുരാൻ ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു നേരത്താണ് നിങ്ങളുടെ യജമാൻ വരുന്നതെന്നറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവീൻ. ഏത് യാമത്തിൽ കള്ളൻ വരുമെന്ന് അറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടുകൂടിയിരിക്കുകയും തൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിയുവീൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുമെന്നതിനാൽ
നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുകയും മദ്യപന്മാരോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാൻ വന്ന് അവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്ദാനങ്ങൾ ഭരമേറ്റവനാം ഈ മേൽപ്പെട്ടക്കാരനു നീ പുണ്യം നൽകണമേ. തൽസ്മൃതിദൂതൻ മാർമധ്യേ ഘോഷിക്കണമേ. വ്യാപാരത്താൽ താലും ദുകൾ വർദ്ധിപ്പിച്ചതിനാൽ കൊണ്ടാടും അവനെ തൻ മക്കൾ ദാതാനിയും സ്വർലോകത്തിൽ പരിശുദ്ധന്മാരൊത്തവനെ തോഷിപ്പിക്കണമേ. സ്തോമൻഗാലോസ് നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിനെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബുക്കുലകുഞ്ഞൗമോസോ ബാറക്കുമോർ. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തുരക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ നിന്റെ സലജനത്തിൻ്റെ പാപങ്ങളും മായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളോമേ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന
വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിവുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനേ, കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കരുണാശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോവകുലസുബാൻ ലവൽമീൻ. ഈറയന്മാർക്കും മാലാകമാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധാത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സ്ഥലം മരിച്ചു പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുമാറാകണമേ. ഹോശോവകുലസുബാൻ ലവൽമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷയ്ക്കുള്ളിൽ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായിരിക്കുന്ന നിന്റെ ദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹാ ജീവനും പരിശുദ്ധിയുള്ളവൻ താൻ നമ്മുടെ മേലും നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായ വാങ്ങിപ്പോയ മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്ന് മനസ്സലിവ് തോന്നി പാപിയായ തന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രൈഹൂൻ വൽമേല ഓലം വൽമീ.
പാറയ്ക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവും ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും ശിഷ്യനാകാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താത്മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവക്ഷപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധനെ അറിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട കർഷനുവച്ച് മരിച്ചെടുക്കപ്പെട്ട മൂന്നാം ദിവസത്തേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ ഒരു മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികവും സൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമേതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഉന്നത പദവിയിലേ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കുന്നേ കുർബാന പ്രിയരേ കരുണയുടെയും അലിവിന്റെയും സമയം താ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ ദൂരസ്ഥർ സവിദസ്തരുമായി തമ്മിൽ നിരക്കും സമയം താ അതിനാൽ സോദരരേ വരുവീ ഒരു പോൽ കരുണയിര നീടാ നാഥാ കൃപ ചെയ്തിടണമേ നാഥാ കൃപ ചെയ്യുക കനിവാ നാഥാ ഉത്തരമരുളി ദടിയാരോടു കൃപ ചെയ്യണമേ. പാറയ്ക്കുമോർ സ്തോമൻ ഗാലോസ് കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശ
ഹോശോ വകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്ലോമോ നൽകിൻ കർത്താവിൻ സ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നു തമ്മിൽ ചുംബിക്കേ. നമ്മെ കാക്കട്ടെന്നാളും തൽസ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമായുള്ളവേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുമായിട്ട് സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ തൃത്വമായി
നിനക്ക് നിന്നെ സ്തുതി പാടി കീർത്തിക്കുന്നു. മസക്കിൻ കോയൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവപുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ബലവാനിരിക്കുന്നവനുമായിട്ട് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറേ വക്സോ തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു. ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേതൽ പോലം വൽമീ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറേ തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു. ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്തു കൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. വൽഹായേതൽ പോലം വൽമീ. ഇതിന്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ ദോസേനോ. നിന്റെ മരണത്തെ ഓർക്കുകയും നിന്റെ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ബീദൈക് ആമോലാബൂ കാതമറോ. സർവശക്തിയുള്ള ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ യഹോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ,
ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവർത്തിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധ റൂഹ ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും ജാഗരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ഈ കാകായെ പുതിയ നിയമത്തിന്റെ രക്തവും ജാഗരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. ബാർക്കുമോൻ ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികന്മാരായ ആബൂർമാഗ്നാത്യോസിനു വേണ്ടിയും ഈ പരിശുദ്ധ പിതാവിനു വേണ്ടിയും ആബൂർമാ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ എല്ലാ മേൽപ്പെട്ടക്കാർക്കു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്കു വേണ്ടിയും മൗത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതകളുടെ വായകൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. ബാറക്കുമോ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും പീഡിതരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായി മൗനമായിരിക്കരുത്. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ
ലവൽമീ. ആമേൻ. ബാറഖമോർ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ജ്ഞാനഗോചരമായ സഹ്യോന്റെ ഗോപുരങ്ങളെ ചുറ്റി നടന്നെണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിത്രിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുല സുബാൻ ലവൽമീ. ബാറഖമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യ കന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവൻഗേലിയോസ്തന്മാരെയും സഹദന്മാരെയും അവദാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മാർ യോഹാനോൻ മബ്ദാനെയും സെമാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവനായ പരിശുദ്ധ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായി ഇങ്ങോട്ട് മരിച്ചുപോയവരെയും കൃപയോടെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുല സുബാൻ ലവൽമീ. ബാർക്കുമോർ സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായിലും കുസ്തന്തീനോപോലിസിലും എഫേസോസിലും വച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലെമ്മീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നു എന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമോന്തസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബെസേലിയോസും ആയ ഞങ്ങളുടെ പിതാക്കന്മാരെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസിനെയും മാർ ദിവനാസിയോസിനെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ
ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ നീ ബഹിഷ്കരിച്ച് ദൂരത്താക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. ബാറക്കുമോ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റുപറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, നീ മൂലം അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവൻ തന്നെ ശരണപ്പെടുന്നു. മേത്തൂലോസേ ഓഫിലാൻ വലഹൂ. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോടും അറിവ് കൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ അവര് ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിലെ നവീകരണത്തോടുകൂടി നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. തന്റെ തിരുനാമം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ സകല തലമുറകളെയും ലോകാലോകങ്ങളോട് സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഖവോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പിസ്കോപ്പമാരാകും ദീശന്മാരെ നാദൻ നിർമ്മലസപതന്നിൽ ഈടയന്മാരായി നിയമിച്ചു കർത്തൃജനങ്ങൾക്ക് ജാഗ്രതയോടെ ഭരിപ്പാനും കർത്തവ്യം പാലിപ്പാനും വ്യാപാര താലേറ്റാനും ആത്മാവിൻ താലന്തുകളെ
സൗഭാഗ്യം സംപ്രാപിക്കുന്നോ ധന്യൻ. കർത്താവേ സന്തോഷത്തിൽ വാനിൽ പന്തിരിക്കുവൻ ആത്മാവോ നേടട്ടെ നിത്യസ്മരണം. പാപികളാ ഞങ്ങൾക്കെന്നും ഭോജനവും വാഴ്വും നൽകും സർവേശ എന്നേക്കും. സ്തുതിയങ്ങേക്കുണ്ടാകട്ടെ. കർത്തൃജനങ്ങൾക്കേകാനും ജാഗ്രതയോടെ ഭരിപ്പാനും കർത്തവ്യം പാലിപ്പാനും വ്യാപാരത്യാലേറ്റാനും ആത്മാവിൻ താലന്തോകളെ ഏൽപ്പിച്ചാൻ അവരെ നാഥൻ ഉത്സാഹത്താൽ സൗഭാഗ്യം സംപ്രാപിക്കുന്നോൻ ധന്യൻ. കർത്താവേ സന്തോഷത്തിൽ വാനിൽ പന്തിരിക്കുമവൻ ആബൂന്മാസ്താത്തിയോ നേടട്ടെ നിത്യസ്മരണം. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ വാകളും അതരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പയും തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കൂല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർഖ്യമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും
നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കോശോ വബുകൂല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തകവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്ത് സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹാവുമല്ലാതെ പരിശുദ്ധനില്ല. ശുഭഹോലായിരിക്കുന്ന പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ള സ്ഥലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്നവനുമായ ജീവനുള്ള ഏക പരിശുദ്ധമായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും മുറിയോറാഹെ മേലൈരുവാദാരേ. ഇന്നാ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യായൗഹാലേ ലുയ്യാ നിൻവലമായി രാജഭാമിനിയോ പിതൃഗ്രഹവും ബാരക്കുമോ പോലപറോ വലറൂഹോ ഗാദീശോ പുകഴ്ചാഭാജനമേ തൃക്കരഞ്ഞങ്ങളിൽ അരിവാണം പക്കലപേക്ഷയട കേണം സ്തൗമെങ്കാലോ സ്തുരിയേനായി സ്തുറിയാമിൻ സ്മരണ വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാരക്കുമോ ബോലാബോലപുരോ വൽറൂഹോ ഗാദീശോ ദൈവപ്രസവിത്രേ കന്യകമറിയാമേ ഉയരുന്നോയാരിൽ സുഖപരിമളധൂപം മുറിയോരാഹേ നേരൈരുവാദാരേ ോറാനീശോ
കുരിശും നിൻ വാരുജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൽ വടികളയും മായ്ച്ചിടേണം. നയവാൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരും അവന്റെ ബിനോൻ കാരകിൽ ഹൃദയലോർ തളിരിട്ടു നനച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കുമോ ദുഷ്ടി ദുഷികളും പാർക്കുമോ. വലറൂഹോ കാദീശോ മനോലം വാദാമുൽമോലം വൽമീനാമി. ഒരു പോലിങ്ങും മാർ പത്രോസ് പാർ പൗലോസ് ലീഹാ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സൗമൻ കാലോസ് കുറിയേലായിസോ. പ്രാർത്ഥനയേൻ സമയമിതല്ലോ മാർത്തോമാർ ഗ്രിഗോറിയോ കൂട്ടത്തലയായി ഇമ്പമെഴും നീ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീ. ആടുകളെ മോശെ പോത്രം കൈവാഴ്ത്തേണം. ബാറക്കുമോ വലറൂഹോ കാദീശോ വരീച്ചൊരു താതനും മോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടി ചൂടിടുന്ന ൃഹാവന്യേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാൻ. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ. ക്ഷേമാപൂർവ കാദീശോ അതാലോകോശാരി. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്നരായ സഹോദര മെത്രാപ്പോലീത്തന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ കോർപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സന്യാസിനി സഹോദരികളെ, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നമ്മുടെ മുൻപിൽ എപ്പോഴും മനസ്സിലും മുൻപിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ഓർമ്മ നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി ആചരിക്കുകയാണ്. അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി നമ്മുടെ സാധാരണ കണ്ണുകൾക്ക് അപ്രത്യക്ഷമായിട്ട് 2 വർഷം തികയുകയാണ്. കൃത്യമായ ദിവസം ഇന്നലെയാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ വൈദികർക്കും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസികൾക്കും അത് തിങ്കളാഴ്ചയാകുന്നത് നല്ലതായിരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഇന്ന് അത് ആഘോഷിക്കുവാൻ, ആചരിക്കുവാനും തക്കവണ്ണം നാം ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും ആർക്കും ഒന്നും അത് പെട്ടെന്ന് തീരുന്നതല്ല. എത്ര കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ഈ സമയം അത് മുഴുവനും പ്രായോഗികവുമല്ല, അത് പറഞ്ഞാൽ തീരുന്നതുമല്ല. അങ്ങനെയുള്ള ഒരു ജീവിതം ചെറുപ്രായത്തിൽ തന്നെ ആരംഭിച്ച് അത് തിരുമേനി ഇവിടെ ആധ്യാത്മിക, അതുപോലെ തന്നെ സാമൂഹിക, അതുപോലെ തന്നെ വേദശാസ്ത്രപരമായ എല്ലാ തലങ്ങളിലും ഒരു മുൻനിരയിൽ നിന്ന്, ഒന്നാമൻ എന്ന നിലയിൽ നിന്ന് പ്രവർത്തിക്കുകയും ജീവിതത്തിൽ അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്ത ഒരു പിതാവാണ് അദ്ദേഹം. ഏറ്റവും അധികം
ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടെന്നറിയാം. നമ്മൾ അദ്ദേഹവുമായിട്ട് നമ്മുടെ കൺമുമ്പിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ല. 2 വർഷമായി എന്ന് പറയുന്നത് തന്നെ നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു എന്നെനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തിരുമേനി വേദപുസ്തക കാര്യത്തിലുള്ള തിരുമേനിയുടെ സുവിശേഷ താല്പര്യം, വേദപഠനം ഇത്രയും ആഴമായി ഗൗരവമായി ജീവിതത്തിൽ എടുത്ത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അല്ലെങ്കിൽ ആ സുവിശേഷ വചനത്തിൻ്റെ പൊരുൾ എന്ത് എന്ന് ലോകത്തോട് ആഴമായി വിളിച്ചു പറയുകയും ചെയ്ത ഒരു പിതാവാണ്. ചെറുപ്പം മുതൽ തന്നെ വേദപാരായണം ശക്തമായിരുന്നു. വേദപുസ്തകം നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊരുൾ എന്തെന്ന് സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് ചെന്നെത്തത്തക്കവണ്ണമുള്ള ഒരു വലിയ ഉജ്ജ്വലമായ വാഗ്മിയും ഒരു നൽവരം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചൊരു പിതാവുമാണ്. അതുപോലെ തന്നെയാണ് തിരുമേനിയുടെ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. തിരുമേനി മലങ്കര സഭയുടെ മാത്രം മെത്രാപ്പൊലീത്ത എന്ന് നമുക്ക് പറയാമെങ്കിലും ലോകത്തിൽ എല്ലായിടത്തും ഒരു ക്രിസ്തീയ ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന, ലോക തലത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു പിതാവാണ്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൃത്തം വലിപ്പമുള്ളതായിരുന്നു. ആരും പറയാൻ ധൈര്യപ്പെടാത്ത ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു. ധനത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, ദരിദ്രന്മാരെക്കുറിച്ച്, ദരിദ്രന്മാരോടുള്ള കരുതലിനെ കുറിച്ച്, ധനവാന്മാരെ കുറിച്ച്, സ്നേഹമെന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു പിതാവാണ്. സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്ന് നമുക്ക് വിളിക്കാം. വളരെ സുതാര്യമായൊരു ജീവിതമാണ്. ഇത്രമാത്രം യുവതലമുറയെ ആകർഷിച്ച ഒരു പിതാവ് എൻ്റെ ഓർമ്മയിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ യുവതലമുറയാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചതും യുവതലമുറയായിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്ററാക്ഷനും ഏറ്റവും കൂടുതലെന്ന് എനിക്കാണ് തോന്നുന്നത്. സാധാരണ യുവാക്കന്മാരെ എല്ലാവർക്കും പേടിയാണ്. അവരെ കുസൃതി ചോദ്യം ചോദിക്കും, യുക്തി ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ നിരീശ്വരത്വം വിളിച്ചു പറയും. അപ്പം അവരോടൊക്കെ തൃപ്തികരമായൊരു മറുപടി പറയാൻ പലർക്കും അതങ്ങ് നെറ്റി വിളിക്കും. ഈ യുവതലമുറയെല്ലാം തലതിരിഞ്ഞതാണ് എന്ന് പറയാനായിരിക്കും ഉള്ളിൽ പലപ്പോഴും വിചാരിക്കുക. പക്ഷേ യുവതലമുറയോട് തിരുമേനിക്കുള്ള സംവേദനം ശക്തമായിരുന്നു. കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരായിരുന്നു. കുട്ടികൾക്ക് അദ്ദേഹം ഓരോ കാർഡിൽ എഴുതുകയും അവരെ കണ്ടാൽ ഒരു പാട്ട് പഠിപ്പിക്കുകയും ഒരു വാചകം വേദപുസ്തകത്തിൽ നിന്ന് കാണാതെ പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയപ്പച്ചനാണ്. കുട്ടികളൊക്കെ തിരുമേനിക്ക് വലിയ VIP-കളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞങ്ങളെല്ലാവരും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ഇൻ്ററാക്ഷൻ തിരുമേനി എപ്പോഴും നടത്തും. എവിടെ ചെന്നാലും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ എല്ലാവരെയും വിളിച്ചിരുത്തി അവർക്ക് ഒരു പാട്ട് പാടി കൊടുക്കും. അത് തിരുമേനി തന്നെ രചിക്കുന്ന പാട്ടായിരിക്കും. അതിനും ചിലപ്പോൾ മാത്രമൊന്നും കാണുകയല്ല, പക്ഷെ എന്നാലും തിരുമേനിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പാട്ടിൻ്റെ ഒരു ഒഴുക്കുണ്ട്. അത് ഈ പൈപ്പിൽ നിന്ന് വെള്ളം ചാടി ഇറങ്ങുന്നത് പോലെ അങ്ങ് വരും. അതൊക്കെ കുട്ടികളുടെ മനസ്സിൽ അങ്ങ് വളരെ ഹൃദിസ്ഥമായിരിക്കും. അപ്പോൾ കുട്ടികളെ ആകർഷിച്ചൊരു പിതാവാണ്, യുവാക്കന്മാരെ ആകർഷിച്ച പിതാവാണ്, പാവപ്പെട്ടവരും ദരിദ്രന്മാരുമായവരുടെ സ്നേഹിതനാണ്. എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയ പ്രത്യയശാസ്ത്രം ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞ ആളാണ്. തിരുമേനി ചിലപ്പോൾ നമ്മൾ വിചാരിക്കും തിരുമേനി കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാനിടയുണ്ട്. കാരണം ക്ലാസ്ലെസ് സൊസൈറ്റിയും വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ള ആശയങ്ങളൊക്കെ അത് ഒരു ക്രൈസ്തവ മഹാപുരോഹിതന്റെ വായിൽ നിന്ന് വരുമ്പോൾ ലോകം ഇങ്ങനെ അത് കാതോർക്കുകയാണ്. അതുപോലുള്ള വാക്കുകളാണ് തിരുമേനി സംസാരിക്കുക. വളരെ നിർഭയമായിട്ട് തിരുമേനിയുടെ എഴുത്തുകളും തിരുമേനിയുടെ പ്രസംഗവും തിരുമേനിയുടെ സംവേദനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ വേൾഡ് മീഡിയ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സാധാരണക്കാരനോട് ഇഴുകിച്ചേർന്ന് കഴിയുന്നതിലും തിരുമേനിക്ക് യാതൊരു പ്രയാസവുമില്ല. അത് ധനവാനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ
അല്ലെങ്കിൽ ചെറിയ കുഞ്ഞെന്നോ അല്ലെങ്കിൽ യുവാവെന്നോ പ്രായമുള്ളവരെന്നൊന്നും ഒരു വ്യത്യാസവുമില്ല. അത്രമാത്രം സകലമാന മനുഷ്യരെയും ഈ ക്രിസ്തുവിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം താൻ മുഖാന്തരമാകുന്നു എന്നുള്ളത് വലിയ ഒരു പ്രത്യേകതയാണ്. തിരുമേനി പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ പേര് തന്നെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ പേര് ആ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയിലൂടെ അദ്ദേഹം ചെയ്തിരുന്ന ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തിരുമേനിയുടെ ഒരു വലിയ ഇഷ്ടവും ആകർഷണീയതയൊക്കെ അതിൻ്റെ കാരണങ്ങളായിരിക്കും. അങ്ങനെ കുഞ്ഞുനാളിൽ മുതൽ പിന്നെ ഈ ദൈവികത, അതുപോലെ തന്നെ സഭയുടെ ദൗത്യമെന്ത്, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി കൃത്യമായി ഒരു പ്രവാചക ശബ്ദം സഭയിൽ ഉയർത്തുവാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ അത് വിളിച്ചു പറയുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആർക്കും അതിൽ വിരോധവുമില്ല. അദ്ദേഹം ഏത് പ്രസംഗം പറഞ്ഞാലും ഈ അല്പം പണമുള്ളവരെ ഒന്ന് നോവിച്ച് ആ പ്രസംഗം അവസാനിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ നോവിച്ച് പറയുന്നത് കൊണ്ടൊന്നും ആർക്കും ഒരു തരത്തിലും അസ്വസ്ഥതയോ അല്ലെങ്കിൽ തിരുമേനി ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല, കാണാൻ വഴിയില്ല. തിരുമേനി അങ്ങനെ പറഞ്ഞാലും അത് സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അതുപോലെ തന്നെ ക്രൈസ്തവ ഉത്തരവാദിത്വത്തിന്റെ ആ ദൗത്യബോധത്തിന്റെ തീവ്രത തിരുമേനി വളരെ ചൂടായിട്ടൊക്കെ അങ്ങ് പറയും. അതുകൊണ്ടൊന്നും ആർക്കും ഒരു വിരോധമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഇടയ്ക്കൊക്കെ സഭയിൽ ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം ഇത് പ്രസംഗിച്ചാൽ മാത്രം പോരാ. പ്രസംഗിക്കപ്പോൾ നല്ലതുപോലെ ശബ്ദവും പിന്നെ സ്വരമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും സാധിക്കുമായിരിക്കും. പക്ഷേ അതുകൊണ്ടായില്ല. അത് ജീവിതത്തിൽ അത് ഒരു തുറന്ന പുസ്തകം പോലെ വേറൊരാൾക്ക് പരിശോധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സുതാര്യതയാണ്. തിരുമേനിയുടെ സുതാര്യത വളരെ കേമമാണ്. അതുപോലെ ഈ 10-60 വർഷം 10-50 അല്ല 10-60 വർഷക്കാലൊക്കെ ഈ മലങ്കരയിൽ എല്ലായിടത്തും സുവിശേഷത്തിന്റെ സ്റ്റേജുകളില് ഫാദർ എം വി ജോർജും അതിന്റെ മുമ്പ് ചമ്മാച്ചനൊന്നും എനിക്ക് ഓർമ്മയില്ല, ചമ്മാച്ചനായിട്ടൊന്നും ഓർമ്മയില്ല. ഫാദർ എം വി ജോർജിനെ അറിയാത്തവർ ആരും ഉണ്ടായിരുന്നില്ല. ഈ മലങ്കരയിലുണ്ടായിരുന്ന സകല സുവിശേഷ പന്തലുകളിലെ ഒരു സ്ഥിരം പ്രഭാഷകനായിരുന്നു. അത് വളരെ തീവ്രമായി അങ്ങനെ പറയുകയും ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പിതാവാണ്. അതുപോലെ തന്നെ യുവതലമുറയെ ഏറെ ആകർഷിച്ച പിതാവാണ്. രോഗികളോടും അനാഥരോടുമൊക്കെ തിരുമേനിക്കുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ഒഴുക്കും ദാഹവും ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പിൻതലമുറക്കാരായിരിക്കുന്ന ഈ സെന്റ് പോൾസ് ആശ്രമത്തിലെ അംഗങ്ങളും അതുപോലെ തന്നെ തിരുമേനിയുടെ ശിഷ്യഗണങ്ങളുമൊക്കെ ആ പാതയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പോഴെ തന്നെ തിരുമേനി സ്ഥാപിച്ച ഈ ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ എനിക്കതിന്റെ മുഴുവൻ എണ്ണം കാണാതെ അറിയാമല്ലോ, പുസ്തകം നോക്കി വേണി വായിക്കാം, അതേ പറ്റുള്ളൂ. അതുപോലെ അങ്ങ് ഉണ്ട്. അതിൽ എയ്ഡ്സ് രോഗിയുണ്ട്, ക്യാൻസർ പിടിച്ച് ഒന്നും ചെയ്യാൻ വയ്യാത്തവരുണ്ട്. അവരെയൊക്കെ വാരിക്കോരി എങ്ങനെയെങ്കിലും വാരിയെടുത്ത് അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് കരുതാമോ അതൊക്കെ ചെയ്യുകയാണ്. അതിന്റെ പിൻതലമുറക്കാരും അത് തുടരുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അഭ്യോന്യ ദിയസ്കോർ നമ്മുടെ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഞാൻ ഇന്നലെ ബാംഗ്ലൂരായിരുന്നു. അവിടെ സ്നേഹസദൻ എന്ന് പറയുന്ന തിരുമേനിയുടെ സ്ഥാപനത്തിൽ പോയി കുറച്ച് സമയം ചെലവഴിച്ചു. കുറേ കൂടെ പോയി കഴിയുമ്പോൾ ഒരു 10-80 കിലോമീറ്റർ യാത്ര ചെയ്താൽ അവിടെ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഇന്നലെ പോകാൻ എനിക്ക് സമയത്തില്ല. അപ്പോൾ ലോകത്ത് എവിടെ ആയിരുന്നാലും ഇങ്ങനെയുള്ളവരെ ഉണ്ടോ, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് കൃത്യമായി ഗ്രഹിക്കുകയും അതിനെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ഒക്കെ അങ്ങ് ചെയ്ത് തിരുമേനി നമ്മോട് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്കുള്ള ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, തിരുമേനി തുറന്ന് കാണിച്ച ചില വഴികളിലൂടെ അത്രയ്ക്ക് ഒരുപക്ഷെ നമുക്ക് കഴിയില്ലായിരിക്കാം, എങ്കിലും ആ വഴിയിലൂടെ ഒറ്റടി പാത വെച്ച് ഒറ്റടിയിൽ ഓരോ ചവിട്ടടി വെച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് പരിശുദ്ധ സഭയ്ക്കുള്ളത് എന്നാണ് എൻ്റെ വിചാരം. അത് കുറേയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാ പിതാക്കന്മാരും ഒരുപാട് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ ദരിദ്രന്മാരോടും പാവപ്പെട്ടവരോടും ഒക്കെ കരുണ കാണിക്കത്തക്കവണ്ണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അത് മിഷൻ ബോർഡായിരുന്നാലും
അതുപോലെ തന്നെ സെന്റ് പോൾസ് ആശ്രമമായിരുന്നാലും അഭിമന്യ നമ്മുടെ സേവറിയസ് തിരുമേനയുടെ ഒത്തിരി പ്രസ്ഥാനങ്ങളായിരുന്നാലും ഒക്കെ ഈ പ്രചോദനം എനിക്ക് തോന്നുന്നത് അഭിമന്യ ഒസ്താത്യോസ് തിരുമേനയുടെ പ്രവർത്തനത്തിന്റെ ഒരു പ്രചോദനം അറിഞ്ഞോ അറിയാതെയോ സഭയിൽ ഉണ്ടാകുന്നുണ്ട്. സഭാ പിതാക്കന്മാരതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരുമേനിയുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ ഒക്കും. നമ്മൾ ചെയ്താൽ ഈ ലോകം മുഴുവനും അതെല്ലാം പിന്നെ അങ്ങ് സംതൃപ്തിയാകുമെന്നൊന്നും അതിന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മെ കൊണ്ട് എന്ത് ചെയ്യാൻ ഒക്കും എന്നുള്ളതാണ് ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമം തന്നെ നമ്മൾ ദത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറീസയിലെ കലകണ്ടിയിലെ അങ്ങനെ അങ്ങ് പല സ്ഥലത്തും തിരുമേനി പലതും ആരംഭിച്ചിട്ടുണ്ട്. അത് പലതും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തിരുമേനിയുടെ ഈ ഓർമ്മ ആചരിക്കുമ്പോഴും തിരുമേനിയെക്കുറിച്ച് നമ്മൾ അയവിറക്കുമ്പോഴും ഒക്കെ ആ സ്മരണ ഓർക്കുമ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത് ഹൗ ടു പ്രൊസീഡ് ദ പാത്ത് ഓഫ് അവർ ബിലവഡ് തിരുമേനി. തിരുമേനി എല്ലാവരും ഒരു സർജറി കഴിയുമ്പോൾ അല്പമൊക്കെ വിഷമിക്കുകയും പേടിക്കുകയും തിരുമേനി അതോടുകൂടി എന്തെങ്കിലും ഒരു പദ്ധതി എടുക്കും. ഒന്നുപോലെ SIF എന്നോ അല്ലെങ്കിൽ MAF എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൃദയത്തിൻ്റെ അതിനെന്താ ഹാർട്ട് ഫൗണ്ടേഷനോ എന്തൊക്കെ പേരുണ്ട്, മുഴുവൻ പേരൊന്നും എനിക്ക് അറിയാമല്ല തിരുമേനി. എന്തെങ്കിലും ഒരു ചെറിയ കണിക ഒരു ചിന്ത പോലെ തിരുമേനിയുടെ അടുത്ത് വന്നാൽ തിരുമേനി പിന്നെ അതിൻ്റെ പിന്നാലെ അങ്ങ് പോവുക. ഇപ്പൊ ആൻഡമാൻസിൽ ഏതാണ്ട് തുടങ്ങുന്നു. ആഫ്രിക്കയിൽ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ബിൽപറമ്പാച്ചൻ വളരെയേറെ ബന്ധപ്പെടുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഒരാൾ വേണം, ഒരു നേതൃത്വം കൊടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ നമ്മുടെ തിരുമേനിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ വിചാരം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ഗുരുവാണ്. നമ്മുടെ മനസ്സിലെ തിരുമേനിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റൊരർത്ഥത്തിലല്ല. പിന്നെ ചിലപ്പോൾ നമുക്ക് തോന്നും തിരുമേനി എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ എല്ലാവർക്കും തോന്നും. കാരണം തിരുമേനിയായിട്ട് ഇടപെട്ടാൽ ഉണ്ടാകുന്ന ഒരു നിലപാട് അതാണ്. തിരുമേനി കുട്ടികളായാലും വലിയവരായിരുന്നാലും യുവാവായാലും യുവതിയായിരുന്നാലും എല്ലാവരോടുമുള്ള ഒരു അല്ലെങ്കിൽ വളരെ വലിയ ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് അവിടെ ഉണ്ട്, സുതാര്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഈ പട്ടിണിയും ദാരിദ്ര്യവും രോഗവും ഒക്കെ പിടിച്ചവരോട് ഒരു അഗാധമായ വാത്സല്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകണം. അത് ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഒരു അടിസ്ഥാന ലക്ഷണമാണ്. ആരാധനയും അതുപോലെ തന്നെ ആതുര സ്നേഹവും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പാനൊക്കുള്ളൂ. അല്ലാതെ ആധ്യാത്മികത എന്ന് പറഞ്ഞ് ആതുര സ്നേഹന കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോയാൽ അവിടെ എന്തോ ഒരു ചെറിയ പോരായ്മയുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജീവിതത്തിലെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു നല്ല മാതൃക എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ഗുരുവാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥ നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആ പിതാവിനോടുള്ള നമ്മുടെ ആദരവ് ആ പിതാവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നാം ശ്രമിക്കുമ്പോഴായിരിക്കും. അതിന് നമുക്കും ദൈവം ഇടതരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളോ ഹല്ലേലൂയ. പൂക്കുന്നിരുവയലിൽ പൂച്ചെടി പോലെ ബാറക്കുമോ. ശരണത്താലെ നിൻ കൃപയിൽ ജീവസുരമേ കബരിനുധ്യാനത്തിന നാഥാതാവകമിരുലോകം നിന്നധികാരം ും സ്ലീവായ ജീവിതരേഖ അൻപാൻമോ തീവ്രതർക്കേമോ സ്തോത്രം ജീവപ്രദനെ കബറിനെ ചേരുന്നോനെ നിൻ പ്രേക്ഷകനാഥനുമാമലൻ റോഹായ്ക്കും ഹല്ലേലൂയ.
മരമാതിനുവരെ കർത്താവേ കള്ളന് കിട്ടിയ വാരം തൃത്വത്തെ കൊണ്ടാടിവരേ ചോരം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. ബാറക്കുമോർ, എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. രക്ഷകനൂര ചെയ്ത എന്റെ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈ കൊടുക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുവാൻ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ജയപ്പെടുമാറാകട്ടെ.
നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീയാക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ പുരസുബാൻ ലവൽമീ നായകരായോരിടയന്മാരെ കാക്കുക സത്യം. ആചാര്യന്മാർ യൗപദയകിന് കോറുയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യ സഭയെ സേവിച്ചരപാലകനായുലകം വിട്ടോൻ മോസാത്തിയോസിനെ ഓർക്കണമേ നിൻ വാനവബലിയിൽ. പരിഹാരം നാദാനീ കുറവുകൾ പോക്കുക മശിഹ സൂനോ നാഥ വിമലാത്മാവാ ദേവാ പാപം പോക്കി ഫേലോൻ ബശ്ലോമോ ആഹായ് ഹാബിബാന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയെ കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. കർത്താവിന്റെ കൃപ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.